ഹലോ ഫ്രണ്ട്സ് ഓഫ് ഓഫീസ് വ്ലോഗ്. എന്നാൽ നമുക്കൊരു ടേസ്റ്റി മുട്ടക്കറി ഉണ്ടാക്കാം. 2 മുട്ടയ്ക്കുള്ള മുട്ടക്കറിയാണ്. മുട്ട പുഴുങ്ങാൻ വെച്ചു. അന്നേരം നമുക്ക് സവാള വഴറ്റിയെടുക്കാം. സവാള ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വഴറ്റുന്നത്. നല്ല നൈസായിട്ട് അരിഞ്ഞ സവാളയാണ്. നല്ല ബ്രൗൺ കളറാവണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതായിപ്പം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറണ വരെ അത് നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുക. എന്നിട്ട് പൊടികൾ ചേർക്കുക. അതിനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ചെറിയ സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുക. ഇപ്പോൾ ഈ തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ നമ്മളിപ്പോഴും തീ കുറച്ചിടുക. നല്ല നന്നായിട്ട് വഴണ്ട് ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറണ വരെ വഴറ്റുക. മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ടാൽ മതി. മല്ലിപ്പൊടി കൂടിപ്പോയാൽ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തൊടണ വരെ തക്കാളി ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് വേവാൻ വേണ്ടി വയ്ക്കുക. ഒരു 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിൽ ഒരു പിടി തേങ്ങ, നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ 2 കാഷ്നട്ട്. ഇത് കൂടി പോകരുത്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാഷ്നട്ട് ചേർക്കുമ്പോൾ. പിന്നെ 1 ഗ്രാമ്പു, 1 സ്പൂണ്, ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരകം. എന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരയ്ക്കണം. തീരെ ഇതുണ്ടാവരുത്, നല്ല മഷി പോലെ അരച്ചെടുക്കുക. പിന്നെ നമ്മൾ തക്കാളി വെന്ത് അതിടയ്ക്കൊന്ന് ഞാൻ മിക്സ് ചെയ്തായിരുന്നു. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. അരപ്പ് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം, നമ്മളെപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചിട്ട് കറി ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ വിടുക. അതിനുശേഷം നമ്മുടെ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുക. മുട്ട ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് ഞാൻ മൂടി വെച്ച് തിളപ്പിച്ചു. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി. താങ്ക് യു ഓൾ.